ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LGS മൂന്നാം ഘട്ടം എഴുതുന്നവർക്ക് വേണ്ടി രണ്ടാം ഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി സജസ്റ്റ് ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് USA നിന്നാണ്. ആമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നാം ഭാരതത്തിലെ ജനങ്ങൾ. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് 1976 42 ഭേദഗതിയിലാണ്. ഈ 42 ഭേദഗതിയെ ചെറു ഭരണഘടന എന്നും അറിയപ്പെടുന്നുണ്ട്. 42 ഭേദഗതി വഴി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഭിവാജ്യത എന്നിങ്ങനെ 3 വാക്കുകൾ. അതുപോലെ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29 ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 11 ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷങ്ങളും എന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നും ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നും അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കാറങ്കോറം. ഉത്തരപർവ്വത മേഖലയെ 3 തരംതിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾക്കൊള്ളുന്നതാണ് കാറങ്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ അഗസ്റ്റിൻ, ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 8661 മീറ്റർ ഉയരമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാറങ്കോറം നിരകളിലാണ്. അതുപോലെ ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറഞ്ഞത് 6000 മീറ്റർ ആണ്. എന്നാൽ ഹിമാലയം, രണ്ടാമത്തെ ഭാഗമായ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും. മൂന്നാമത്തെ ഭാഗമായ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നതാണ് പത്കായി കുന്നുകൾ, നാഗാ കുന്നുകൾ, ഗാരോ ഖാസി ജയന്തി കുന്നുകൾ, മീസോ കുന്നുകൾ എന്നിങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി? ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ പുതിയ പാർലമെന്റിൽ പാസാക്കിയ ആദ്യത്തെ ബില്ലാണ് ഈ വനിതാ സംവരണ ബില്ല്. ഇത് 106ാമത് ഭേദഗതിയായിരുന്നു. 128ാമത്തെ ഭേദഗതി ബില്ലായിരുന്നു. ബിൽ നമ്പർ 128 106ാമത്തെ ഭേദഗതിയായിരുന്നു. ഇതിന് പേര് പറയുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ്.
ഇതനുസരിച്ച് ലോകസഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയതാണ്. ഈ ബില്ല് അവതരിപ്പിച്ചത് നിയമമന്ത്രിയായ അർജുൻ റാം ആയിരുന്നു. ഇതിന് ലോകസഭയിൽ ഇത് പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20 രാജ്യസഭയിൽ 2023 സെപ്റ്റംബർ 21 പാസ്സാക്കി. ഇത് ഒപ്പിട്ടത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. 2023 സെപ്റ്റംബർ 28 ഇതിൽ ഒപ്പുവെച്ചത്. ഈ നിയമം നിലവിൽ വരുന്നത് അടുത്ത സെൻസസിന് ശേഷം മാത്രമാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം 15 വർഷം ഇതെന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ്. ഏകദേശം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ വരുമെന്നാണ് പറയുന്നത്. ഇതിന്റെ കാലാവധി 15 വർഷമായിട്ടാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 2ഉം 4ഉമാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയാണ് കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനാണ് ഡോക്ടർ DS കോത്താരി. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനും വേണ്ടി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായിട്ട് വിവിധ കമ്മീഷനുകളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കമ്മീഷനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. 1948 രാധാകൃഷ്ണ കമ്മീഷനെ നിയമിച്ചത്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ. അതിൽ പറയുന്ന ശുപാർശകളായിരുന്നു: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പഠനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം എന്നിവ. രണ്ടാമതായിട്ട് നിയമിച്ച കമ്മീഷനായിരുന്നു ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952 ഈ കമ്മീഷൻ നിയമിച്ചത്. ഈ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിലായിരുന്നു ലക്ഷ്യം വെച്ചത്. അതിൽ പറയുന്നത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നിവയെല്ലാം മുതലിയാർ കമ്മീഷന്റെ ശുപാർശകളായിരുന്നു. മൂന്നാമതായി നിയമിച്ച കമ്മീഷനായിരുന്നു ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 1964 ഈ കമ്മീഷനെ നിയമിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായിരുന്നു ഈ കമ്മീഷനെ നിയമിച്ചത്. ഇതിൻ്റെ ശുപാർശകളായിരുന്നു: 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവ കോത്താരി കമ്മീഷന്റെ ശുപാർശകളായിരുന്നു. ഇത് SCERT 10th ഇതിനെക്കുറിച്ച് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. സൈനിക നടപടി, ലയനക്കരാറ്, അനുരഞ്ജനം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നം തന്നെയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഇത് ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് ഒരു മലയാളിയായ VP മേനോനെ നിയമിച്ചു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാറ് തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം,
വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണമൊക്കെ എന്ത് ചെയ്തു? നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ഈ ലയന കരാറിൽ ഒപ്പുവെച്ചിട്ട് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജൂനഗഡ് ഈ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തില്ല? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും അതുപോലെ തന്നെ സൈനിക നടപടികളിലൂടെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്. ഇനി ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഫ്രാൻസിനും പോർച്ചുഗലിനും ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അതോടെ ഫ്രാൻസ് എന്ത് ചെയ്തു? തങ്ങളുടെ അധീന പ്രദേശങ്ങളൊക്കെ ഇന്ത്യക്ക് തിരിച്ചു നൽകി. ഒരു സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശവും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അപ്പൊ ഏതൊക്കെയായിരുന്നു ഫ്രാൻസിന്റെ കൈകളിലുണ്ടായിരുന്ന അധീന പ്രദേശങ്ങൾ? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഫ്രാൻസിന്റെ കൈകളിലായിരുന്നു. അവ 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. അതുപോലെ പോർച്ചുഗലിന്റെ അധീനത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു ഗോവ, ദാമൻ, ദിയു. അവ 1961 ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തെല്ലാം എന്നാണ്? ഓപ്ഷൻ എ 1, 3 ആൻസർ. സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം എന്നിവയായിരുന്നു 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക വളർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. 2-ാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വളർച്ചയ്ക്കായിരുന്നു പ്രാധാന്യം നൽകിയത്. 3-ാമത്തെ പഞ്ചവത്സര പദ്ധതി സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് പ്രാധാന്യം നൽകി. 4-ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയും സ്വാശ്രയത്വവും ലക്ഷ്യം വെച്ചു. 5-ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. 6-ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലിനും പ്രാധാന്യം നൽകി. 7-ാം പഞ്ചവത്സര പദ്ധതി ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകി. 8-ാം പഞ്ചവത്സര പദ്ധതി മാനവ വിഭവശേഷിയെ മെച്ചപ്പെടുത്തുന്നതിന് പ്രാധാന്യം നൽകി. 9-ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതിയെന്നും സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം നൽകിയത് 9-ാം പഞ്ചവത്സര പദ്ധതി. 10-ാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്നു. 11-ാം പഞ്ചവത്സര പദ്ധതി സമഗ്ര സ്പർശിയായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകി. 12-ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകി. ക്വസ്റ്റ്യൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിതയാണ് ഇന്ദിരാഗാന്ധി. രാജ്യസഭാംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. മുൻ നാട്ടുരാജ്യങ്ങൾക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാണ്. 20-ദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റുവാണ്. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. പാർലമെന്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രിയുമാണ് ചരൺ സിംഗ്. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവെന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും രാജീവ് ഗാന്ധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഓപ്ഷൻ സി കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത? ആൻസർ ഓപ്ഷൻ എ
മനു ബാക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ഓപ്ഷൻ സി ഗഗൻയാൻ. ചന്ദ്രയാൻ 1ഉം ചന്ദ്രയാൻ 2ഉം ചന്ദ്രദൗത്യങ്ങളാണ്. മംഗൾയാന് ചൊവ്വ ദൗത്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി ഗോദാവരി. ഇന്ത്യയിലെ പ്രധാന ഉപദ്വീപീയൻ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഈ ഉപദ്വീപീയൻ നദികൾക്ക് ജലം ലഭിക്കുന്നത് പ്രധാനമായും മൺസൂൺ മഴകളിൽ നിന്നാണ്. ഉപദ്വീപീയൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികളാണ് മഹാനദിയും ഗോദാവരി, കൃഷ്ണ, കാവേരി. എന്നാൽ ഈ ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദയും താപ്തിയും സബർമതിയും. നർമ്മദയും താപ്തിയും അറബിക്കടലിലാണ് പതിക്കുന്നത്. ഉപദ്വീപീയൻ നദികളിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും ഗോദാവരി നദിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ അതും ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാലും ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികളാണ് പെൻഗംഗ, ഇന്ദ്രാവതി, വർധ, പൂർണ എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻ എ ഇരുമ്പ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണും എക്കൽ മണ്ണ് തന്നെയാണ്. ഈ എക്കൽ മണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയ മണ്ണാണ് ബങ്കർ. നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന പുതിയ മണ്ണിനെ കാദർ എന്നും അറിയപ്പെടുന്നു. ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നതും ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ചെമ്മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ആൻസർ ഓപ്ഷൻ സി 2018. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ബ്യൂക്കറസ് ബിക്കോണിയസ് എന്നാണ് അറിയപ്പെടുന്നത്. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. എൻട്രോപ്ലസ് സുരൻഡൻസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, കൊക്കോസ് ന്യൂസിഫറ. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, കാഷ്യോ ഫിസ്റ്റുല. ഔദ്യോഗിക പാനീയം ഇളനീര്. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമായിട്ട് അറിയപ്പെടുന്നത് ബുദ്ധമയൂരി, പാപ്പിലോ ബുദ്ധ. ഔദ്യോഗിക ഫലം ചക്ക, ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായർ. ഭാഷാ പ്രതിജ്ഞയാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന വരികൾ. അടുത്ത ക്വസ്റ്റ്യൻ, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട, കൊല്ലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഏകദിന ക്രിക്കറ്റ് ജേതാക്കൾ? ആൻസർ ഓപ്ഷൻ ബി ആസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ, 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ
മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി മമ്മൂട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ആൻസർ ഓപ്ഷൻ ഡി ദിവ്യ ദേശ്മുഖ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യക്ക് വലുപ്പത്തിൽ 7-ാം സ്ഥാനമാണെന്ന് പറഞ്ഞു. ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ 10 രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ രാജ്യം റഷ്യ, കാനഡ, ചൈന, അമേരിക്ക, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ, അർജന്റീന, കസാക്കിസ്ഥാൻ, അൾജീരിയ എന്നിവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 10 രാജ്യങ്ങൾ. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ 2003. കേരളത്തിൽ നിലവിൽ 5 ദേശീയ പാർക്കുകളാണുള്ളത്. ഒന്ന് ഇരവിക്കുളം ഇടുക്കിയിലാണ്, 1978 ഇത് രൂപീകരിച്ചത്. 2 സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ 1984 രൂപീകരിച്ചു. 3 മതികെട്ടാൻ ചോല ഇടുക്കി ജില്ലയിലാണ്, 2003 രൂപീകരിച്ചത്. 4 ആനമുടി ചോല ഇടുക്കി ജില്ലയിൽ തന്നെയാണ്, 2003 രൂപീകരിച്ചത്. അടുത്ത് പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലാണ്, 2003 രൂപീകരിച്ചത്.